ഡി നമുക്കൊരു ഗെയിം കളിക്കാം. വാ വാ, എന്തുവാ അതൊക്കെ ഉണ്ട്, വാ ഇങ്ങോട്ട്. വീഡിയോ എടുക്കണം. യെസ്, ഇരി. എന്റെ കോള് നോക്ക്. കോലമൊന്നും നോക്കണ്ട, പിന്നെ എന്തെങ്കിലും നല്ല കോലം വന്നിട്ട്. അപ്പം വാ തുടങ്ങാം. എന്തോ വീഡിയോയാ? സംഭവം എന്താന്ന് വെച്ചാൽ ഫോണൊക്കെ മാറ്റി വെക്ക. സംഭവം എന്താന്ന് വെച്ചാല് ഒരു ഗെയിം. ഇപ്പം ഞാൻ പറയും അപ്പം ഞാൻ പറയും ഫേവറേറ്റ് കളർ. അപ്പൊ നീ നിന്റെ ഫേവറേറ്റ് കളർ പറയണം, ഞാൻ എന്റെ ഫേവറേറ്റ് കളർ പറയും. നമ്മൾ രണ്ടുപേരും എത്ര പൊരുത്തമുണ്ടെന്ന് നോക്കാൻ. അങ്ങനെയല്ല, എത്ര എന്തുവാ തോളം അറിയാം. എത്രത്തോളം അറിയാന്നല്ല, നമുക്ക് തമ്മിൽ എന്തോരം കണക്ഷൻ ഉണ്ട്. എത്ര കാര്യം നമുക്ക് എനിക്കറിയൊന്നുമില്ല സത്യം. അല്ല, നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി. സെയിം ആണെന്നറിയാം. നിന്റെ ഫേവറേറ്റ് ഫുഡ് എന്റെ ഫേവറേറ്റ് ഫുഡ്. ഓപ്പോസിറ്റ് പറയണോ? നിന്റെ ഫേവറേറ്റ് ഫുഡ് ഞാനും, നിന്റെ ഫേവറേറ്റ് ഞാനും. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പൊ കറക്റ്റ് ആണല്ലേ ലാസ്റ്റ് പറയണം. 1 2 3 അല്ല സോറി, ഞാൻ പറയാം ഫേവറേറ്റ് കളർന്ന്. എന്നിട്ട് ഞാൻ എന്നിട്ടൊന്നും വേണ്ട. എന്നിട്ട് അല്ല, എന്നാ പിന്നെ ഇങ്ങനെ ആയ പോലെ. നീ ചോദ്യം ചോദിക്കും, ഞാൻ പറയും. അപ്പൊ ഞാൻ ചോദിക്കും, നീ പറയും. ഓക്കെ. അത് തന്നെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഓക്കെ ഓക്കെ. നിന്റെ എന്റെ ഫേവറേറ്റ് കളർ ഏതാ? റെഡ്. അതേ, എല്ലാവർക്കും അറിയാം കേട്ടോ, എന്നെ അറിയുന്ന. അയ്യോടി, പിന്നെ എല്ലായിടത്തും ചെന്ന് ചോദിച്ചാ മതി. എനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ട് എനിക്കറിയാം. അങ്ങനെ പറ. ഓക്കെ, ആയിക്കോട്ടെ. നിന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക്. അതെ, എനിക്കറിയാം ഗൈസ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്റെ ഫേവറേറ്റ് ഫുഡ് ക്രീം കേക്ക്. യെസ്, എനിക്ക് ക്രീം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെയോ? മന്തി. അതെന്തോന്ന് ചെയ്യൂടെ വന്നതിന് ശേഷം എല്ലാ ഞായറാഴ്ച മന്തി. ഇനി നമുക്ക് എന്ത് കഴിക്കാം? മന്തി കഴിക്കാം. ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും എന്ത് കഴിക്കാന്ന് തോന്നുന്നു, ഫസ്റ്റ് എന്റെ മനസ്സിൽ വരുന്ന മന്തി ആയിരിക്കും. അതെ, ഞാൻ ഈ കൊച്ചിന്റെ കൂടെ കൂടി മന്തി കഴിച്ച് മടുത്ത്. കൊച്ചിന് മന്തി ഇഷ്ടമല്ലോ. ഓക്കെ. മുട്ടി. എന്റെ ഫേവറേറ്റ് ഓർണമെന്റ്സിൽ ഏതാ? ഗോൾഡ്, സിൽവർ അങ്ങനെയാണോ? അങ്ങനെയല്ല, വളയാണോ, മാലയാണോ, കമ്മലാണോ, അങ്ങനെ. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എല്ലാം ഇഷ്ടമാണ്. അല്ല, എന്നാലും കമ്മൽ ഇഷ്ടമാണ്. കമ്മൽ ഇഷ്ടം. എന്റെയാ? നിന്റെയും കമ്മല് തന്നെ. ഞാൻ ആകെപ്പാടെ ഇടുന്ന കമ്മൽ മാത്രമേ ഉള്ളൂ. പിന്നെ വാച്ചോ വളയൊന്നും അങ്ങനെ ഇടത്തില്ല. ചെയിന്, വാച്ച്, പിന്നെ മാല ഇടും. ചെറുത് ഡെയിലി വളയിടുന്ന ഇഷ്ടമല്ല, പക്ഷെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഒരുങ്ങുമ്പോൾ കൈ നിറയെ വളയിടുന്ന ഇഷ്ടം. അതൊക്കെ ഇഷ്ടം. അല്ലാണ്ട് എനിക്ക് അങ്ങനെ കമ്മലും ഇഷ്ടം. കമ്മല കുറച്ചുകൂടി ഇഷ്ടം. കമ്മൽ എനിക്കിഷ്ടം. കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വർണ്ണം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഫാൻസി ആയിട്ടുള്ള എനിക്ക് അല്ലാത്ത ഇഷ്ടം. പിന്നെ അടുത്ത് ഞാൻ ചോദിക്കാം. ഏറ്റവും ചോദിക്കേ ഇഷ്ടമുള്ള കൂട്ടുകാരി. നമുക്കറിയണമല്ലോ, കൂടെ ഇരുന്നിട്ടേ നമുക്കറിയണമല്ലോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ കൂട്ടുകാരി ഒരാളെയാണ് പറയേണ്ടത് നമ്മൾ. അതെ, ആലോചിക്കുന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ കൂടെ ഇരിക്കുന്ന ഇത്രയും തങ്കപ്പെട്ട കൂട്ടുകാരെ കിട്ടണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തു. അത് ഇത്ര ആലോചിച്ചിട്ടാണ് അവള് പറഞ്ഞത്. ആലോചനയുടെ കാര്യമില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതിന് എനിക്ക് 1-2 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് പക്ഷേ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ചുമ്മാണ് എന്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയാണ്. ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ വെക്കാറ്. അത്രയ്ക്കൊന്നുമില്ല. പിന്നെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, നല്ല ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കും ഉണ്ട്. എനിക്ക് നല്ല അല്ല, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ദേവികയാണ്. കാരണം ഞങ്ങൾ പ്ലസ് വണ്ണിൽ ഒരുമിച്ച് പഠിച്ചിട്ട് ഇപ്പോ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റാഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു കോഴ്സ് എടുത്ത് വന്നതാണ് എറണാകുളത്ത്.
എന്നിട്ട് ഒന്നും ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോഴും. പണ്ട് നമ്മൾ പറയത്തില്ലായിരുന്നോ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പോകണം, ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് ഒന്നിച്ചാവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങൾ 3 വർഷം കാത്തിരുന്നിട്ടാണ്. പക്ഷെ വിചാരിച്ചിട്ടേ ഇല്ല ഒരുമിച്ച് വരാൻ. പക്ഷെ എറണാകുളത്ത് അങ്ങനെ വിടും, അങ്ങനെ പഠിപ്പിക്കുന്ന നിൽക്കാൻ പറ്റുമെന്ന് തീരെ വിചാരിച്ചിട്ട്. ഹോസ്റ്റലിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ദേവിക്ക് കുറെ, അതായത് +1 +2 നമ്മൾ +2ലാണ് വീണ്ടും അടുത്തത്, അല്ലാതെ +1ലും അങ്ങനെ വലിയ കണക്ഷൻ ഇല്ല. അത് ഞങ്ങൾ ഫോൺ വഴിയുള്ള ഇതാ, ഫോൺ വഴി അങ്ങനെ ഫ്രണ്ട്സ് ആയി. പിന്നെ ഭയങ്കര വിളിയായി, മനസ്സിലായി, വീട്ടിൽ പോകുന്നു, നാട്ടിൽ പോകുന്നു. പിന്നെ എപ്പോഴും കൊച്ചെന്റെ വീട്ടിലാ, പിന്നെ ഞാൻ അവളുടെ വീട്ടിലാ. കൂടുതൽ ഞാൻ അങ്ങോട്ടാ പോവാറ്. കൂടുതൽ ഞാൻ അങ്ങോട്ടാ വരാറ്. ഞാൻ അങ്ങോട്ടേക്ക് വരാറ്. അതെനിക്കൊരു സ്കൂട്ടി ഉണ്ടായിരുന്നു, ഞാൻ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ഇരിക്കും. രാവിലെ ചുമ്മാ ഞാൻ തുണിയേനും രാവിലെ വൈകിട്ടൊക്കെ അവിടുന്ന് കഴിച്ചിട്ട് വൈകിട്ടാകുമ്പോ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അത് ഞാനും അങ്ങനെ തന്നെ. അവളുടെ വീട്ടിൽ പോയാ സ്വന്തം വീടാണൊക്കെ കയറി ഇരിക്കുക, തിന്നുക, ഇറങ്ങി വരിക. അതാണ് മെയിൻ പരിപാടി. പിന്നെ പുനലൂരായിരുന്ന സമയത്ത് തൂക്കുവാലത്തിൽ പോവുക, തിരിച്ചു വരിക, തൂക്കുവാലത്തിൽ പോവുക, തിരിച്ചു വരിക, ഇതായിരുന്നു മെയിൻ. പക്ഷെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് കറിയാം, ഇവിടെ ഒരുപാട് സ്ഥലത്ത് പോകും. പിന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ വന്നപ്പോൾ 5 പേരായിട്ടല്ലേ വന്നേ. അതിന് മുമ്പൊക്കെ ഞങ്ങൾ പറയാം നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് റൂമിൽ നിൽക്കണം, എങ്ങനെ ആയിരിക്കും എന്നറിയാം. നല്ല ഇപ്പം ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ നല്ല കുറേ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറേ അത്. പക്ഷേ എന്ന് വെച്ചാൽ 5 പേരോടൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെന്നല്ല, ഞങ്ങൾ 5 പേര് ഒരുമിച്ചാണ് വന്നത് ഫ്രണ്ട്സായിട്ട്. പക്ഷെ ഞങ്ങളൊരു ഹോസ്റ്റലിലായിരുന്നു. 9:30 വരെ പറ്റത്തുള്ളൂ അവിടെ ടൈം ലിമിറ്റ്. പിന്നെ ഇപ്പോഴും ടൈം നൈറ്റ് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. ഇപ്പം ഞങ്ങൾ നൈറ്റ് ചായ കുടിക്കാനായാലും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകാറൊക്കെ ഉണ്ട്. നല്ല നല്ല രസമാണ്. അന്നേരവും മെമ്മറീസ് ഉണ്ട് ഇപ്പോഴും. പക്ഷെ ഇത് ഞങ്ങൾ എന്നുവെച്ചാൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയൊരു അവസരം എന്നൊക്കെ പറയാം. പക്ഷെ നടന്നൊരു കാര്യം. നമ്മൾ കുറേ ആഗ്രഹം വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ കുറേ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ നടന്നു. സത്യമല്ലേ, കുറെയൊക്കെ നടന്നു. പിന്നെ കുറേ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പറ. അടുത്ത ക്വസ്റ്റ്യൻ, എറണാകുളത്ത് ഇതുവരെ പോയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഇതുവരെ പോയിട്ടുള്ളതിൽ അതോ ഇനി പോയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ബ്രോഡ്വേ ചന്തയായിരിക്കും. എന്ന് പറയും ബ്രോഡ്വേ അവിടെ കുറച്ച് സാധനം കിട്ടുന്ന പറഞ്ഞിട്ട് എന്നും അങ്ങോട്ട് ഇല്ല. കൂടുതലും പോകുന്ന ലുലു മാളിലോട്ടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് കടലൊന്നും അധികം ഇഷ്ടമല്ല. ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഫോർട്ട് കൊച്ചിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ 5-6 വാക്കുകയുണ്ട്. അവിടെ പോയിക്കുമെങ്കിൽ കഴിഞ്ഞോ? നിക്ക്, ഞാൻ പറയാം. മറൈൻ ഡ്രൈവ് ഇഷ്ടമാണ്. അല്ല എനിക്കറിയാം. എന്ത് അതെങ്കിൽ പറ. അല്ല എനിക്കറിയത്തില്ല. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയില്ലേ, ഇത് കടമ്പ്രയാറാ പോയ. പോയിട്ടില്ല. കടമ്പ്രയാറാണ് ഏറ്റവും ഇഷ്ടം. അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്റെ അടുത്ത് ഇന്നവരെ പറഞ്ഞിട്ടില്ലേ ഇഷ്ടപ്പെട്ട്. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലിയാ. പക്ഷെ നമുക്ക് ഇനി പോകാൻ പറ്റില്ല, കാരണം അന്നൊരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് പോയത്. അത് ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ വിളിച്ച സമയത്ത് ഫോട്ടോഷൂട്ടിനായിട്ട് പോയതായതുകൊണ്ട് പോയി. അവിടെ നല്ല രസം. അവിടെ നല്ല രസം, പ്രകൃതി രമണീയം എന്നൊക്കെ പറയാം. മറ്റേ ചോദിക്കുന്നില്ലേ കടമ്പുടിയൊക്കെ പോയിട്ടുണ്ടോ? സ്ഥലം എവിടെയാന്ന് തോന്നുന്നു. ഓക്കെ, നിന്റെ ഫേവറേറ്റ് സ്ഥലം? ഓക്കെ, എന്റെ ഫേവറേറ്റ് സ്ഥലം ഇവിടെ വൈപ്പിൻ ബീച്ച്. അതോ വൈപ്പിൻ ബീച്ച് പറയുന്നില്ല. വലിയോ വൈപ്പിൻ ബീച്ച് എനിക്ക് ഇഷ്ടം. നൈറ്റ് അവിടെ ചെന്ന് ഇങ്ങനെ മൂണൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം. അല്ലാണ്ട് വൈപ്പിൻ ബീച്ചിൽ എപ്പോഴും പോകണം അങ്ങനെയില്ല. അല്ലെ, ഇവിടെ ഉള്ളത് ഏറ്റവും ഇഷ്ടം ഒരു ഫോർട്ട് കൊച്ചി ഇഷ്ടം. എന്നാലും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം വൈപ്പിൻ ബീച്ചാ. ഈ കൊച്ചിന്റെ ബീച്ച് നൈറ്റ് ഒക്കെ എനിക്ക് അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്ന്. പക്ഷെ എനിക്ക് കടൽ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഫോർട്ട് കൊച്ചി അടിപൊളി കേട്ടോ. ഈ കൊച്ചിന് കൂടുതൽ ഇഷ്ടം വൈപ്പിൻ ബീച്ച്. ചുമ്മാ എനിക്കാണോ നിനക്കാണോ? അല്ല, എന്നെ കുറിച്ച് അതുപോലെ ഒക്കെ അറിയത്തില്ല. ഇല്ല, അതെനിക്ക് ഉറപ്പാ. അല്ല, നൈറ്റ് ഒക്കെ എനിക്ക് വൈബ് അടിക്കാം. എനിക്ക് ഇവിടെ പോണം എന്നാഗ്രഹമുള്ള സ്ഥലം കടമക്കുടി. എനിക്ക് നിനക്ക് പോണം ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലമുണ്ട്, നമുക്ക് രണ്ടുപേർക്കും പോകണം. വണ്ടർല. അതാണ്. വണ്ടർല പോണം എന്നുണ്ട്. എന്തായാലും ഞങ്ങളോട് പോകണം ആഗ്രഹമുണ്ട്. പക്ഷേ ക്യാഷ് ബഡ്ജറ്റ് പൈസ കിട്ടും. പോയി എങ്ങനെ പോകുന്നറിയുന്നില്ല. കിട്ടുന്നുണ്ട്,
പോകുന്ന വഴി അറിയുന്നില്ല നിങ്ങൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ഞാൻ ചോദിക്കാം. അടുത്തേതാ? ക്വസ്റ്റ്യൻ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, എനിക്ക് ട്രഡീഷണൽ ആണോ അത് മോഡേൺ രീതികളാണോ? രണ്ടും ഇഷ്ടമാണ്, പക്ഷെ ട്രഡീഷണൽ കൂടുതൽ അവർക്ക് ആഗ്രഹങ്ങൾ. എനിക്ക് ട്രഡീഷണലാണ് കുറച്ചുകൂടി ഇഷ്ടം. എനിക്കോ? നിനക്കും ട്രഡീഷണൽ അല്ലേ കുറച്ചുകൂടി ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മോഡേൺ രീതി ആവുന്ന സമയത്ത് മോഡേൺ കംഫർട്ട് ആയിട്ട് തോന്നുന്നില്ല. നടക്കണം എന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല അങ്ങോട്ട്. അത് ട്രഡീഷണൽ ആണ് കൂടുതലും ഞാൻ ചെയ്യാറ്. പിന്നെന്താ പിന്നൊന്നും ഇല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കാന്നാണ് വിളിച്ചത് ഇവിടെ. എനിക്ക് ഷോർട്ട് ഹെയർ ആണോ ലോങ് ഹെയർ ആണോ ഇഷ്ടം? ലോങ് ഹെയർ, പക്ഷെ ഒരുപാട് താഴോട്ട് കിടക്കുന്ന ഇഷ്ടമല്ല. കുറച്ച് താഴെ ലെങ്തിൽ അങ്ങനെ കിടക്കുന്ന ഇഷ്ടമാണ്. അതൊക്കെ എനിക്കറിയാം, കൂട്ടുകാരി വേണ്ടി എല്ലാം അറിയണമല്ലോ. ഇവക്കും ലോങ് ഹെയർ ഇഷ്ടം. എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം, പക്ഷെ എൻ്റെ ഈ മുടി എനിക്കിഷ്ടമാണ്. എൻ്റെ ഈ മുടി നല്ല മുടിയൊക്കെയാണ്, കാരണം ഉള്ളില്ലേലും അത് ഉള്ളിലുള്ള മുടിയൊക്കെ നല്ലതാ. കണ്ടോ നല്ല ഭംഗിയാ ദൂരെ നോക്കാൻ, മെയിൻറ്റെയിൻ ചെയ്യാനും. പിന്നെ എപ്പോഴും ഇങ്ങനെ ചൂടായിട്ടിരിക്കും, എത്ര എണ്ണ തേച്ചാലും മുടിയിൽ പിടിക്കത്തില്ല. പക്ഷെ പുറത്തൊക്കെ പോകുമ്പോഴും അഴിച്ചിടാനും കെട്ടാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. അഴിച്ചിടാൻ ഭയങ്കര പാടാ സത്യം പറഞ്ഞാൽ. അഴിച്ചിടുമ്പോ തന്നെ ഇങ്ങനെ ബുംന്ന് കണക്കിരിക്കുന്നില്ലേ, കെട്ടിയൊക്കെ ഇടുമ്പം ഒരു പ്രത്യേക ഭംഗിയാക്കാം. അതെ അതെ അതെ, അത് ദേവിയുടെ മുടി അടിപൊളിയാ. എൻ്റെ മുടി ഉള്ളേ ഇല്ല, അഴിച്ചിട്ട ഒരുമാതിരി. സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ ഉറക്കം വന്നിട്ട് കണ്ണ് വരെ വീങ്ങിയിരിക്കും. ഇനി നാളെ രാവിലെ പോകണം, ആ ഒരു ചിന്തയുണ്ട്. ഈ കൊച്ചിൻ്റെ കണ്ണുണ്ടോ ബ്രൗൺ ഐയാ, അത് ക്ലിയർ ആവുന്നില്ലല്ലോ. എത്ര അതിനകത്തൊന്നും അറിയാൻ പറ്റില്ല. ചെറുതായിട്ടൊരു ബ്രൗൺ ഐ ആണ്. ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണമല്ലോ. അത് ശരി, ഉണ്ടക്കണ്ണ. ഇവിടെ എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തുന്ന അവൾ ആ കണ്ണുകൊണ്ടാ. ഞാൻ ആരെയും പേടിപ്പിക്കാൻ അറിയാം, പറയുന്നില്ല ഞാനൊന്നും. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ. വെറുതെ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ചുമ്മാ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്ത വീഡിയോ. അപ്പോൾ ടാറ്റാ.